ഓക്കെ, അടിപൊളി കേട്ടോ. ഈ ഒരു സമയത്ത് ഈ ഒരു കാഴ്ച വേറെ തന്നെ ഫീലിംഗ് ആണ്. നല്ല തണുപ്പുണ്ട്. ഇവിടെ കുഞ്ഞു മക്കളാണ്, അവർ കളിച്ചോണ്ടിരിക്കട്ടെ. കുട്ടികളൊക്കെ നോക്കിയാൽ ഡ്രസ്സ് ചെയ്താണ് മൂടി മാക്സിമം ബോഡിയിലേക്ക് തണുപ്പ് കയറാത്ത കോലത്തിൽ അവർ ഡ്രസ്സ് ചെയ്തുണ്ടോ. നിങ്ങൾ ഈ ഒരു സ്ഥലം നോക്കി, ഒരു ഘാട്ടുണ്ടോ, വളഞ്ഞ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ എന്താ ഇവിടെ ചെയർ ഇട്ടെന്നാ കേട്ടോ. ചെയർ മീൻസ് അവിടുന്ന് വെയിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ നല്ല സുഖം കേട്ടോ. കുറച്ച് തണുപ്പുണ്ട്, ആ തണുപ്പൊന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇതുണ്ടല്ല, ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാഴ്ച ഉണ്ടത് അടക്കയാണ്. അടക്ക ഈ ഒരു അമ്മമ്മ കുളിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇവരുടെ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ ബാഗിനോട് ഘടിപ്പിച്ചാണ്ട് കത്തി ഉണ്ട്, ആ കത്തി ഉപയോഗിച്ചിട്ടാണ് ഇവരിത് മുറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ ഈ മല ഏരിയയിലൊക്കെ ഇവർ മണ്ണ് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉറപ്പുള്ള നെറ്റായിട്ട് കെട്ടി വലിച്ചു വെച്ച് കണ്ടോ. പെട്ടെന്നൊന്നും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവില്ല. നല്ല ചെത്തിക്കാണ്ട് അവിടുന്ന് പാറ പൊട്ടിച്ചിട്ട് കല്ലൊക്കെ ലോഡ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലം കേട്ടോ. വണ്ടികൾ കഴുകുന്ന ഒരു ഏരിയയും കൂടിയാണ്. ചില വണ്ടികളൊക്കെ കണ്ടോ വെള്ളത്തിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് വെള്ളത്തിൽ കഴുകുക കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ടൗണാണ്. നമ്മളിതാ അവിടുന്ന് മല ഇറങ്ങിയിട്ടാണ് കേട്ടോ ഈ ഒരു ടൗണിലേക്ക് വന്നത്. ഷില്ലോങ്ങിലേക്ക് പോകുന്ന വഴിയാണ്. ചിക്കന് പിന്നെ ചാവലും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാട്ടോ കഴിക്കാം. ഇവിടുത്തെ ബെഞ്ചും ഡെസ്കും നോക്കി, ഇതൊക്കെ സാധാരണ നമ്മൾ സ്കൂളിലല്ലടാ, ഇവിടുത്തെ ഹോട്ടലിലൊക്കെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരു 75 രൂപ കേട്ടോ ഒരു ചാവലിന്. ഇതിൻ്റെ കൂടെ വേറെ ഐറ്റംസ് പിക്കിള്, പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു സ്പിനാച്ചിൻ്റെ ഒരു ഐറ്റംസ് ഉണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, അവരെന്തായാലും കഴിക്കണ്ട കേട്ടോ. നമ്മൾ മൂപ്പരുടെ വീട്ടിലാണ് നമ്മൾ പോയത്. എന്നിട്ട് പയ്യ നേരെ തന്നെ ഈ ഒരു കടയിലേക്ക് കൊണ്ടുവന്ന കേട്ടോ. ഇവിടെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പയ്യെന്ന് പരിചയപ്പെട്ടൊരു ഫ്രണ്ടാട്ടോ, നമ്മളെ കൂടെ എന്തുണ്ട് കാറിലുണ്ടായിരുന്നു. ബന്നാ ബന്ന ഓക്കെ. ഇതാണ് കേട്ടോ ഈ ഒരു കടൻ്റെ ഉള്ളിലെ സെറ്റപ്പ്. അധികം ഈ ഒരു ഷോപ്പിലൊക്കെ പെൺകുട്ടികളാണ് കേട്ടോ സെർവ് ചെയ്യുന്നൊക്കെ. ഇതാണ്ടോ ഒരു സ്ത്രീ കുട്ടീനെ പിടിച്ചിട്ട് പോകട്ടോ. ഇവര് തോളത്ത് ഇങ്ങനെ ഭദ്രാക്കിയിട്ട് കുട്ടീനെ കെട്ടിയിട്ടാണ് പോവുക. പിന്നെ ഇവിടെയൊക്കെ ചില ഏരിയയിൽ ബ്ലാക്ക് ആയിട്ട് നമുക്ക് പെട്രോൾ കിട്ടും. പിന്നെ പ്രൈവറ്റ് പെട്രോൾ പമ്പുകളും ഉണ്ട്. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചെന്നില്ല, വില്ലേജുകളിലൊക്കെ ഉണ്ട്. ഒന്നും കൂടി മെഹങ്ക ആയിരിക്കും, ഒന്നും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും പെട്രോളും ഡീസലിനൊക്കെ അവിടെ. കാരണം ഓല് ബ്ലാക്കിൽ അങ്ങോട്ടേക്ക് എത്തിക്കണം. നമ്മളിപ്പോൾ ട്രക്ക് നിർത്തിയോടത്തുനിന്ന് വീണ്ടും ഒരു വില്ലേജിലേക്ക് വന്നാട്ടോ. വേണ്ട നല്ല ബ്യൂട്ടിഫുൾ വില്ലേജുകളാട്ടോ. ഇതിലൂടെ പോകുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ്. ഏകദേശം സമയം ഒരു 5:15 കണ്ടില്ലേ. നമ്മൾ വന്നപ്പോൾ തന്നെ ഈ ഒരു വീട്ടുകാര് നമുക്ക് ചായ എന്നാട്ടോ. കുറച്ച് നേരമൊക്കെ ഇവരോട് സംസാരിച്ചു. ഇവിടെ കാര്യമായിട്ട് ഈ ഒരു വയസ്സായ സ്ത്രീയും പിന്നെ ഒരു വേറൊരു മനുഷ്യനുണ്ട് കേട്ടോ. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായതൊന്നുമല്ല, ഇവര് എന്തോ ഒരു സംരംഭം തുടങ്ങാനുള്ള പ്ലാന്. ക്യൂ ഐസക്കിയാ പത്ര എന്ന് വെച്ചാല് ഇവിടുന്ന് കല്ല് കിട്ടും. ഈ കല്ല് പല സ്ഥലത്തേക്ക് ഇവർ ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സ്ഥലം നോക്കി, ഒരു ഘാട്ടുണ്ടോ, വളഞ്ഞ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. വളഞ്ഞ് ഇറങ്ങുന്ന ഒരു സെറ്റപ്പ് കേട്ടോ. വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് എടുക്കണം. പിന്നെ ഈ വില്ലേജുകൾക്കൊന്നും ബസ്സില്ല അധികം. ഇവിടുത്തെ വണ്ടി ML രജിസ്ട്രേഷൻ കേട്ടോ. മേഘാലയൻ്റെ വണ്ടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരു പഹാടി ഇലാക്കയാണ്. ഇങ്ങോട്ടേക്ക് ഇവർക്ക് ടൗണിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബസ് കയറിയിട്ട് ബസ് ഫസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ബസ്സില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടാക്സി പിടിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. നോക്കി വളഞ്ഞ് തിരിഞ്ഞ് ഇറങ്ങട്ടോ. ഇവിടുത്തെ സാധനത്തിനൊക്കെ വില കൂടുതലാണ്. കാരണം ഈ ഒരു സ്ഥലത്തേക്ക് ഇവർ ചരക്ക് എത്തിക്കാനുള്ള ഒരു എമൗണ്ട് അവർക്ക് ഈടാവുന്നതുകൊണ്ട് തന്നെ അവർ ഇവിടെ എത്തി സാധനം വിൽക്കുമ്പം കുറച്ച് എമൗണ്ട് കൂട്ടിയിട്ട് അവർ വിൽക്കും കേട്ടോ. നോക്കി നല്ല ഭംഗിയില്ലേ. ഒക്കെ കറക്റ്റ് മലയാണ്. ഇവിടെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായതൊന്നുമല്ല, ഇവര് എന്തോ ഒരു സംരംഭം തുടങ്ങാനുള്ള പ്ലാന്. ക്യൂ ഐസക്കിയാ പത്ര എന്ന് വെച്ചാല് ഇവിടുന്ന് കല്ല് കിട്ടും. ഈ കല്ല് പല സ്ഥലത്തേക്ക് ഇവർ ലോഡ് ചെയ്യുന്നുണ്ട്. കല്ല് കിട്ടാൻ വേണ്ടി അവർ പൊളിച്ചതാണ്. ഇതാ കണ്ടില്ല, ഇവിടെ റോഡ് വീതിയിട്ടുള്ള എന്തോ ഒരു പരിപാടി ഉണ്ട്. കാരണം സൈഡിലൊക്കെ മെറ്റൽ അവർ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടോ. ഇനി ഇങ്ങോട്ടേക്ക് അത്ര വീടുകളൊന്നുമില്ല. കണ്ടില്ല, ഒഴിഞ്ഞു കിടക്കുന്ന ഏരിയകളാണ്. അങ്ങോട്ടേക്ക് ഓരോ സ്റ്റെപ്പാണ്. ചില ഏരിയകളിലേക്ക് പോകാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ വെച്ച് കേട്ടോ. ഇവിടെ നിന്നൊക്കെ കല്ലെടുക്കുന്നുണ്ട് കേട്ടോ. കല്ലെടുക്കുന്ന ഒരു ഏരിയയാണ് കണ്ടോ. JCBക്ക് വന്നിട്ട് അവർ കല്ല് പൊട്ടിച്ചിട്ട് വേറെ ഏരിയയിലേക്ക് ലോഡ് ചെയ്തിട്ട് കൊണ്ടുപോകും. അതിനും ഇവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മരം, കല്ല്, ഇതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് കേട്ടോ. ഒരു സ്ത്രീ കുട്ടീനെ പിടിച്ചിട്ട് പോകട്ടോ. ഇവര്
തോളത്ത് ഇങ്ങനെ ഭദ്രാക്കിയിട്ട് കുട്ടീനെ കെട്ടിയിട്ടാണ് പോവുക. എന്നുവെച്ചാൽ കുട്ടികൾ വീയൊന്നുമില്ല. ഈ ഒരു തണുപ്പ് ഏരിയയിൽ ഇവർ നല്ല കിടിലൻ ഡ്രസ്സായിരിക്കും കേട്ടോ ഇവർ ധരിക്കുക. എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് തണുപ്പ് അടിച്ച് കയറാത്ത ഡ്രസ്സായിരിക്കും ഇവർ ധരിക്കുക. നല്ല തണുപ്പാണ്. കുറച്ച് വെയിൽ വന്ന് നോക്കണ്ട, എന്നാലും പുറത്തൊക്കെ നല്ല കൂളിങ് കേട്ടോ. എൻ്റെ കൈയൊക്കെ ഉണ്ടോ കുറച്ച് ഡ്രൈ ആയിക്കണേ. അവിടെ സ്മോക്കിങ്ങും കൂടുതലാട്ടോ. ആളുകൾ നല്ല സ്മോക്കിങ്ങും വെള്ളടിയുണ്ട്. കാരണം തണുപ്പ് ഏരിയകളിൽ ഹിൽ സ്റ്റേഷനിലൊക്കെ അങ്ങനെ തന്നെയാണ്. ബയ്യ ഓരോരുത്തരെ കാണുന്ന സമയത്ത് ഇവിടെ നിർത്തുന്ന കേട്ടോ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇത് ഇവിടുത്തെ ഒരു അങ്ങാടി കേട്ടോ, ഷുംലോങ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കംപ്ലീറ്റ് ഇവിടെ അടവാണ് കേട്ടോ. ഷോപ്പുകളൊന്നും ഓപ്പൺ അല്ല, 1-2 റയറായിട്ട് ഷോപ്പുകൾ മാത്രമേ ഇവിടെ തുറന്നിട്ടുള്ളൂ. എന്താ അറിയില്ല. പിന്നെ ഇവിടെ ചർച്ച ഉണ്ട്, സ്കൂളുണ്ട്. അതൊരു വലിയ ടൗണാണ്. പക്ഷേ എല്ലാം വിജനാണ് കേട്ടോ. ഇവിടെ ആളുകളൊന്നുമില്ല. ഇത് വേറൊരാളുണ്ടോ? ഓക്കെ പൈസയോ? ഇത് പയ്യ വീണ്ടും വേറെ ആൾക്ക് ലിഫ്റ്റ് കൊടുത്താ കേട്ടോ. ഇതുണ്ടല്ലേ, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു. നമ്മൾ നേരത്തെ വില്ലേജിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ ഒരു ഷോപ്പിൽ നിന്ന് ചായ അടിച്ചില്ലേ, വീണ്ടും പയ്യ കാർ ഇവിടെ ഒന്ന് ചവിട്ടിയതാട്ടോ. ഇവിടെ കംപ്ലീറ്റ് ഷോപ്പുകളൊക്കെ അടവാണ്. തന്നെ ഈ ഒരു കടയിലേക്ക് കൊണ്ടുവന്ന കേട്ടോ. ഇവിടെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പയ്യെന്ന് പരിചയപ്പെട്ടൊരു ഫ്രണ്ടാട്ടോ നമ്മളെ കൂടെ എന്തുണ്ട് കാറിലുണ്ടായിരുന്നു. ബന്നാ ബന്ന. ഓക്കെ ഇതാണ് കേട്ടോ ഈ ഒരു കടൻ്റെ ഉള്ളിലെ സെറ്റപ്പ്. അധികം ഈ ഒരു ഷോപ്പിലൊക്കെ പെൺകുട്ടികളാണ് കേട്ടോ സെർവ് ചെയ്യുന്നൊക്കെ. എന്തായാലും ഇതൊന്ന് ചായ കുടിക്കട്ടെ. മീട്ടാനോ? തണുപ്പായതുകൊണ്ട് ഇവിടെ ചായ എത്രയും കുടിക്കട്ടെ ഇവര്. അതിന് 10 രൂപ ഉള്ളൂ. ഇങ്ങനത്തെ എല്ലായിടത്തും ഇതാ ഇതുപോലത്തെ ഒരു ഇത് കപ്പനാട്ടോ ഇവർ തരുന്നത്. എന്താ അറിയില്ല. ഇവിടെ ഹോട്ടലിലൊക്കെ ഇതാ ചെറിയൊരു സെറ്റപ്പാണ് അല്ലേ. ചാർജ് കണ്ടോ, ഇതൊരു ടൗണാണ്. നമ്മളിതാ അവിടെ നിന്ന് മല ഇറങ്ങിയിട്ടാണ് കേട്ടോ ഈ ഒരു ടൗണിലേക്ക് വന്നത്. ഷില്ലോങ്ങിലേക്ക് പോകുന്ന വഴിയാണ്. കണ്ടില്ല, ഇവിടെ ബാങ്ക് ഉണ്ട്, പിന്നെ മാർക്കറ്റുകളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ചില ഏരിയകളിലൊക്കെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടോ. അവിടെ അവർ അലക്കാനും പിന്നെ അതേപോലെ തന്നെ മീൻ വളർത്താനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മച്ചിലിയാണ് പോണ്ടുമേ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആലുവിൻ്റെ കൃഷി തുടങ്ങുന്ന സമയമാണ് ഈ ഒരു സമയം. എന്ന് വെച്ചാൽ ഉരുളങ്കിഴങ്ങിൻ്റെ കൃഷി, പിന്നെ ഗോപി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ കൃഷി. ഇതൊക്കെ ഒരു കൃഷിൻ്റെ ഏരിയ കേട്ടോ. ഈ ഒരു ഭാഗത്തും കൃഷി തന്നെയാണ്. അങ്ങോട്ടൊക്കെ തട്ടായിട്ട് വീടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു പെട്രോൾ പമ്പാണ്. ഇപ്പോൾ ഇത് ഇവിടെ ബന്ദ് ചെയ്താണ്ട് വേറെ കുറച്ചൊരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു പമ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ചില ഏരിയയിൽ ബ്ലാക്ക് ആയിട്ട് നമുക്ക് പെട്രോൾ കിട്ടും. പിന്നെ പ്രൈവറ്റ് പെട്രോൾ പമ്പുകളും ഉണ്ട്. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചെന്നില്ല, വില്ലേജുകളിലൊക്കെ ഉണ്ട്. ഒന്നുകൂടി മെഹങ്ക ആയിരിക്കും, ഒന്നുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും പെട്രോളിനും ഡീസലിനൊക്കെ അവിടെ. കാരണം ഓല് ബ്ലാക്കിൽ അങ്ങോട്ടേക്ക് എത്തിക്കണം. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ചൊരു റേറ്റ് അവർ കൂട്ടിയിട്ടാണ് അവര് നമുക്ക് തരുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ കൃഷിൻ്റെ സെറ്റപ്പാണ്. നമ്മളിതാ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഈ ഒരു വീട്ടിലേക്ക് വന്ന കേട്ടോ. ഭയത പല വീടുകളിലും പിന്നെ അതേപോലെ തന്നെ ആളുകളായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വീട്ടിൽ പോയി നോക്കാം. എന്തൊക്കെ ഇവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവരിവിടെ തോരട്ടാണ്ടോ. പിന്നെ ഇത് അത്യാവശ്യം ഒരു നല്ല വീടാട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല സെറ്റപ്പ് തന്നെ ഇവർ പണിത് കണ്ടോ ഈ ഒരു വീട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ എന്തൊക്കെ കൃഷിയൊക്കെ നടക്കുന്ന ഏരിയയാണ്. ഇതാണ്ടില്ല, ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് വെച്ചാൽ ഇവർ വാഷ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ അലക്കുന്നൊക്കെ ഒരു ഏരിയ ഉണ്ടോ. ഉണ്ടോ ഇവിടെ എന്തോ കൃഷിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ ഒരു ഏരിയ മലയാണ്. മല മീൻസ് കാടും മലം കൂടിയൊരു ഏരിയ കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ ഒരു കാഴ്ചയാണ്. ഈ ഒരു കൊട്ട കണ്ടോ, ഇവർ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ അവർ കൊണ്ടുപോകുന്ന ഒരു കൊട്ടയുണ്ടോ. അവരെ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകും. ഇവിടെ കണ്ടോ ഒരു അമ്മൂമ്മയുണ്ട്. ഉണ്ടോ ഇവരൊരു വേലി കെട്ടിയതാണ്. വൈക്കോലുണ്ട് അവിടെ ഉണ്ടല്ല, പശു പോത്തൊക്കെ ഉണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ ഇതാ ഇവിടെ ചെയർ ഇട്ട് തന്ന കേട്ടോ. ചെയർ മീൻസ് അവിടുന്ന് വെയിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ നല്ല സുഖം കേട്ടോ. കുറച്ച് തണുപ്പുണ്ട്. ആ തണുപ്പൊന്ന് ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇതുണ്ടല്ല, ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാഴ്ച ഉണ്ടത് അടക്കയാണ്. അടക്ക ഈ ഒരു അമ്മമ്മ പൊളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവരുടെ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ ബാഗിനോട് ഘടിപ്പിച്ചാണ്ട് കത്തി ഉണ്ട്. ആ കത്തി ഉപയോഗിച്ചിട്ടാണ് ഇവരിത് മുറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇലൻ്റെ ഉള്ളിൽ വെറ്റിയും പോലയും പിന്നെ അടക്കൊക്കെ ഇവർ സ്ഥിരമായിട്ട് തിന്നിട്ടോ. പയ്യൻ്റെ തന്നെ പല്ല് നോക്കി നിങ്ങൾ വേറൊരു കളറാട്ടോ. പിന്നെ അതേപോലെ തന്നെ വലി ഇവിടെ നോർമലാണ്. കാരണം ഇവരൊരു പേപ്പറിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം വെച്ചിട്ട് അത് കത്തിച്ചിട്ടാട്ടോ സ്മോക്ക് ചെയ്യുന്ന പാടങ്ങോട്ട് വലിച്ചിട്ടുണ്ടല്ലേ. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടോ ഈ ഒരു വീട് അത്യാവശ്യം അടിപൊളി കേട്ടോ. ടൈലൊക്കെ ചെയ്തത് കേട്ടോ. നല്ല അടിപൊളി വീടാണ്. ഞാൻ കുറച്ച് നല്ല ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
ഇത് കുറച്ചൊരു ടൗൺ ഏരിയയിലേക്ക് വന്നിട്ടുള്ള ഒരു വീടുണ്ടോ. ഓക്കെ, ഇവിടെ ചെടികളൊക്കെ വെച്ചിട്ട് അവർ ഭംഗിയാക്കി വെച്ചിട്ടുണ്ടോ. ഉള്ളടിപൊളിയാണ്. ഇരിക്കുന്നൊരു സെറ്റപ്പ് ഉണ്ടോ. അവർ സോഫ ഒക്കെ വെച്ച് വൃത്തിക്ക് വെച്ച് കാണുന്നത് നല്ല രസമുണ്ട് കേട്ടോ. അങ്ങോട്ടേക്കുള്ള ഒരു കാഴ്ച. പിന്നെ അടുക്കള കാര്യങ്ങളൊക്കെ അവിടെയാണ്. നല്ല അത്യാവശ്യം വിശാലമായ ഒരു മുറ്റുണ്ടല്ലേ. നമ്മൾ വന്നപ്പോൾ തന്നെ ഈ ഒരു വീട്ടുകാർ നമുക്ക് ചായ എന്നാട്ടോ. കുറച്ച് നേരമൊക്കെ ഇവരോട് സംസാരിച്ചു. ഇവിടെ കാര്യമായിട്ട് ഈ ഒരു വയസ്സായ സ്ത്രീയും പിന്നെ വേറൊരു മനുഷ്യനുണ്ട് കേട്ടോ. രണ്ടാളേ ഉള്ളൂ. പിന്നെ വേറെ ഒരാൾക്കാർ ഞാൻ ഈ ഒരു വീട്ടിൽ പരിസരത്തൊന്നും കണ്ടിട്ടില്ല. അത്യാവശ്യം നല്ല വീടാണ് കേട്ടോ. കേക്കും ഉണ്ട്, ചായ ഉണ്ട്. ഇത് കുടിച്ചിട്ട് കാണട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ചപ്പുറത്ത് ട്രക്ക് ഉണ്ട്. ആ ട്രക്കിൽ കയറിയിട്ട് നമുക്ക് ഷില്ലോങ് പോകണം. ട്രക്കിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ട്രക്കത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. ചായ ഇത് 3ാമത്തെ ചായ കേട്ടോ. നമ്മൾ പഴമ്പയ്യൻ്റെ വീട്ടിൽ നിന്ന് 3ാമത്തെ ചായ. ഇവിടെ എല്ലാവരും ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കും. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കട്ടൻ ചായയും കിട്ടും. പിന്നെ പാൽ ചായ ഇല്ല കേട്ടോ. ഇതന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതൊന്നും പാല് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതൊരു ദൂത് മേങ്കാനാ. चाय में नहीं डालते, दूध नहीं मिलेगा. സംഗതി എന്താ വെച്ചാൽ ഇവിടെ പാല് കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് പാൽ ചായ ഞാൻ കടകളിലും കണ്ടിട്ടില്ല. പിന്നെ വീടുകളിൽ നമ്മൾ വരുന്ന സമയത്ത് അവർ ഹോസ്പിറ്റാലിൻ്റെ ഭാഗമായി തരുന്ന ചായയൊക്കെ സാധാ കട്ടൻ ചായ കേട്ടോ. അത് കുടിച്ചിട്ട് കാണാം. നമ്മളിപ്പോൾ ഇതാ ആ ഒരു വീട്ടിൽ നിന്ന് പോകുന്നേ. ഇനി നേരെ നമ്മൾ കുറച്ചൊരു ടൗണിലേക്ക് കേട്ടോ. ആ വീട്ടിൽ നിന്ന് നമ്മൾ കൂടെ ജോയിൻ ചെയ്ത കേട്ടോ ഇയാൾ ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി കേട്ടോ. നന്ദിയൊക്കെ പറഞ്ഞ ചായ എടുത്തതിൻ്റെ പേരിൽ നന്ദി കേട്ടോ. എടുക്കുന്ന ഏരിയ കേട്ടോ. നല്ല രസമുണ്ട്. അവിടെ ഒരു ചെറിയൊരു പാലം ഉണ്ടാക്കിയിട്ടുണ്ടോ. അവിടെയാണ് അവർ തിരുമ്പുന്നതും അലക്കുന്നതും പിന്നെ നിൽക്കുന്നതൊക്കെ. ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. വെള്ളം കെട്ടി നിർത്തിയാണ്ട് അവിടെ നിന്ന് അലക്കാം. എന്ന് വെച്ചാൽ ഇവർ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് ഡ്രസ്സായിട്ട് വെള്ളം കെട്ടി നിർത്തി ആ സ്ഥലത്തേക്ക് വരുന്നിട്ട് അവിടുന്ന് അലക്കി സെറ്റാക്കി അവർ വീട്ടിലേക്ക് പോകട്ടോ. ഇതാണ്ടല്ലോ മലനോട് ചാരി നിൽക്കുന്ന ഓരോ വീടുകളാണ്. നല്ല രസമുണ്ട്. ഇത് കണ്ടോ മുഴുവൻ മല ചെത്തിയെടുക്കാണ്ട്. എന്ന് വെച്ചാൽ ഇവിടുന്ന് വണ്ടികൾ കേൾക്കുന്നുണ്ട്. ഇവിടെ മല ചെത്തിയാണ്ട് അവിടുന്ന് പാറ പൊട്ടിച്ചിട്ട് കല്ലൊക്കെ ലോഡ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലം കേട്ടോ. വണ്ടികൾ കഴുകുന്ന ഒരു ഏരിയയും കൂടിയാണ്. ചില വണ്ടികളൊക്കെ ഉണ്ടാവും വെള്ളത്തിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് വെള്ളത്തിൽ കേൾക്കുക കേട്ടോ. ഇവിടുന്ന് നമ്മളെ വില്ലേജിൽ നിന്ന് നേരെ മെയിൻ റോഡിലേക്ക് എൻ്റർ ആവുകയാണ്. പക്ഷേ ഒരേ സ്വഭാവം തന്നെ കേട്ടോ. ഇവിടെ ഉള്ള മുഴുവൻ മലകൾ തന്നെയാണ്. നമ്മൾ ഇതുവഴി കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രക്ക് അവിടെ നിർത്തിക്കണം. പടമ്പയ്യൻ്റെ ട്രക്കാണ്. അതിൽ കയറിയിട്ട് ഷില്ലോങ് പോകണം. അതുകൊണ്ട് തട്ടത്തട്ടായിട്ട് മുകളിലേക്ക് ഓരോ മലകളാണ്. അവിടെ മലകൾ ചെത്തിയിട്ടും പിന്നെ അതിന് ചെത്തി കൂർപ്പിച്ച് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടാണ് ഇവർ വീട് വെക്കുന്നത്. കണ്ടില്ലേ? അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ വന്നത്. ഇങ്ങനെ കയറിയിട്ട് മെയിൻ റോഡിലേക്ക് ഹൈവേയിലേക്ക് കയറി. ഫൈനലി നമ്മളിതാ ഈ ഒരു കാറിന് ഇറങ്ങാൻ പോകണം കേട്ടോ. കണ്ടില്ല, ഈ ഒരു കാറിലാണ് വന്നത്. ഇവിടെ ഈ മല ഏരിയയിലൊക്കെ ഇവർ മണ്ണ് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉറപ്പുള്ള നെറ്റായിട്ട് കെട്ടി വലിച്ചു വെച്ച് കണ്ടോ. പെട്ടെന്നൊന്നും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. ഇതാണ് നമ്മളെ ട്രക്ക്. ഈ ഒരു ട്രക്കിലാണ് നമ്മളിനി പോകാൻ പോകുന്നത് ഷില്ലോങ്ങിലേക്ക്. ഇപ്പോൾ ഇവിടുന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ സ്ക്രാപ്പാണ്, പ്ലാസ്റ്റിക്, പിന്നെ അതേപോലെ തന്നെ പഴയ സാധനങ്ങളാണ് ഇതിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. കംപ്ലീറ്റ് ഇനിയിപ്പോൾ ഇത് ഷില്ലോങ്ങിലേക്ക് കൊണ്ടുപോകണം. ഷില്ലോങ്ങിൽ നിന്ന് വേറെ അങ്ങോട്ടേക്ക് ലോഡ് ചെയ്യാനായിരിക്കും. കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് ഇത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഏണി വെച്ചിട്ടാണ് ഇത് അവർ മുകളിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പം ഇനി നേരെ നമ്മൾ ട്രക്കിൽ കയറി ഷില്ലോങ്ങിലേക്ക് പോകട്ടോ. ഇതാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകൾ. ഇന്നലെ രാത്രി ഞങ്ങൾ ആ ഒരു വില്ലേജിലേക്ക് പടമ്പയ്യൻ്റെ കൂടെ പോകുന്നതിന് മുന്നേ പാർക്ക് ചെയ്ത് പോയതാണ് ഈ ഒരു ട്രക്ക് ഇവിടെ. ഇല്ല ഇനിയിപ്പോൾ ഏതായാലും ഉള്ളിലേക്ക് കയറിയിട്ട് ട്രക്കിൽ നിന്നുള്ള കാഴ്ചകൾ കാണിച്ചു കേട്ടോ. കാറ് ഇവിടെ നിർത്തിയാണ്ട് ഈ ഒരു ഷോപ്പിലേക്ക് വന്നാട്ടോ. നമ്മൾ ട്രക്കിൽ സാധനങ്ങൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനായി വേണ്ടി ഭയ്യതാ ചിക്കന് പിന്നെ ചാവലും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടോ കഴിക്കാം. ഇവിടുത്തെ ബെഞ്ചും ഡെസ്ക് നോക്കി. ഇതൊക്കെ സാധാരണ നമ്മൾ സ്കൂളിലല്ലടാ. ഇവിടുത്തെ ഹോട്ടലിലൊക്കെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരു 75 രൂപ കേട്ടോ ഒരു ചാവലിന്. ഇതിൻ്റെ കൂടെ വേറെ ഐറ്റംസ് പിക്കിള് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു സ്പിനാച്ചിൻ്റെ ഒരു ഐറ്റംസ് ഉണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അവരെന്തായാലും കഴിക്കണ്ട കേട്ടോ. നമ്മളെ മൂപ്പരുടെ വീട്ടിലാണ് നമ്മൾ പോയത്. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. എന്തായാലും കഴിച്ചോട്ടെ. ചിക്കൻ്റെ ഒരു പീസും ഉണ്ട് പിന്നെ ചാവലുണ്ട്. നമുക്ക് കഴിച്ചിട്ട് കാണാം. എന്നിട്ട് നേരെ ട്രക്ക് കയറി ഷില്ലോങ്ങിലേക്ക് പോകണം. നമ്മളിപ്പോൾ ട്രക്ക് നിർത്തിയോടത്ത് നിന്ന് വീണ്ടും ഒരു വില്ലേജിലേക്ക് വന്നാ കേട്ടോ. വേണ്ട നല്ല ബ്യൂട്ടിഫുൾ വില്ലേജുകളാട്ടോ. ഇതിലൂടെ പോകുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ്. ഏകദേശം സമയം ഒരു 5:15 ഇരുട്ടായി തുടങ്ങി. കാരണം ഇവിടെ മഞ്ഞും കോടൊക്കെ ഇറങ്ങോട്ടോ കുറച്ച് കഴിഞ്ഞാൽ. അവിടെയൊക്കെ നായ്ക്കളുണ്ടോ. ഇവിടെ ഒരുപാടുണ്ട്. നല്ല തൊപ്പുള്ള നായ്ക്കളും പൂച്ചകളൊക്കെ ഉണ്ട്.
അപ്പോൾ നേരത്തെ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു. ബടമ്പയ്യൻ്റെ കൂടെ വേറെ ആളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലോഡൊക്കെ ആ ലോറിയിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞാൽ ഇവിടെ നേരെ ഗുവാഹത്തിയിലേക്കാട്ടോ പോകേണ്ടത്, ഷില്ലോങ്ങിലേക്കല്ല. അതിൻ്റെ ഇതൊക്കെ ടാക്സികൾ തന്നെയാണ്. അഭി കിതർ जा रहे हैं ना भैया? अभी घर जाएगा. നമ്മൾ വീണ്ടും മൂപ്പരുടെ വീട്ടിലേക്ക് തന്നെ പോകണ്ടോ. ഞാൻ ഇവിടുത്തെ കുറച്ച് വീണ്ടും വില്ലേജ് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാന്ന് കരുതി. ഓക്കെ, അടിപൊളി കേട്ടോ. ഈ ഒരു സമയത്ത് ഈ ഒരു കാഴ്ച വേറെ തന്നെ ഫീലിംഗ് ആണ്. നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്ലാസ് ഒക്കെ പൊക്കി വെച്ച് കൈയൊക്കെ നോക്കി ഒന്നും കൂടി ഇങ്ങനെ ടൈറ്റ് ആയ പോലെ കേട്ടോ. കൈയൊക്കെ പൊട്ടുണ്ട്. തണുപ്പ് ഓവർ ആകുമ്പോൾ ശരിക്കും നമുക്കൊന്നും അറിയാത്തതാണ്. കേരളത്തിൽ തണുപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് തണുപ്പിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഒന്നും അറിയില്ല കറക്റ്റ്. കൈയൊക്കെ പൊട്ടും, പിന്നെ അതെല്ലാം ചുണ്ടും പൊട്ടും, പിന്നെ വീങ്ങിയിട്ട് വരും കേട്ടോ കൈയൊക്കെ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ആടും ഉണ്ട് കേട്ടോ ഇവിടെ. പട്ടിയും നായും പൂച്ചും മാത്രമല്ല ആടും ഉണ്ട്. ഇതൊക്കെ ഒരു വില്ലേജാണ്. കണ്ടില്ല, ഇവിടെ കുഞ്ഞു മക്കളാണ്, അവർ കളിച്ചോണ്ടിരിക്കട്ടെ. കുട്ടികളൊക്കെ നോക്കിയാൽ ഡ്രസ്സ് ചെയ്താണ് മൂടി മാക്സിമം ബോഡിയിലേക്ക് തണുപ്പ് കയറാത്ത കോലത്തിൽ അവർ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ. ഇവിടെ ഒന്നും കൂടിയും കുറച്ച് നല്ല സെറ്റപ്പ് വീടുകളാണ്. നമ്മളെന്തായാലും മുന്നോട്ടേക്ക് പോട്ടെ. മൂപ്പരുടെ വീട്ടിലേക്കാട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും പോകുന്നത്. ഈ ഒരു വണ്ടിൻ്റെ ഗിയറുണ്ടോ നിങ്ങൾ, ഇത് ശരിക്കും ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉണ്ടോ. അവർ ഇത്ര ഒരു ഗിയർ ഹൈറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗിയർ ചേഞ്ചിങ്ങും മാറ്റുന്നതൊക്കെ ഒന്നും കൂടി ഈസിയാണ്. ഷോയോ എങ്ങനെയാ? ഇവിടെ നമ്മൾ വലത്തോട്ടാട്ടോ. നമ്മൾ ഈ ഒരു വഴിയായിരുന്നു വന്നത്.